ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തുടങ്ങി പിറ്റേ ദിവസം രാവിലെ വരെയുള്ള ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഹാസിമിനെ രാവിലെ കുളിച്ച് കുട്ടപ്പനാക്കി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തിരുത്തിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ സോയാബീൻ ഫ്രൈ ഭയങ്കര ഹിറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സോയാബീൻ ഫ്രൈയും പിന്നെ മാഷ്ഡ് പൊട്ടറ്റോ ആണ് ആളുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞാനും സിമ്പിളായിട്ട് പഴം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് നെയ്യിലൊന്ന് വാട്ടിയെടുത്ത് അതിലേക്ക് കുറച്ച് അവലും തേങ്ങയും ശർക്കര ഉണ്ടായിരുന്നില്ല, അപ്പോൾ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് ഞാനതാണ് കേട്ടോ കഴിച്ചത്. നമുക്ക് ഇന്ന് ഉച്ചയ്ക്കൊരു മീറ്റപ്പ് പരിപാടി ഉണ്ട് ഇവിടെ. അതൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കൂടുന്നത്. അതെന്താണെന്ന് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഞാനിവിടെ പറയുന്നില്ല. അപ്പോൾ ഉച്ചയ്ക്ക് അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ക്ലീനിങ് ഒക്കെ കഴിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. അപ്പോൾ നമ്മൾ ബുഫേ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അടുത്തുള്ള 4 സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ വിളിച്ച് പറഞ്ഞിട്ട് അവർ അവിടുന്ന് ഫുഡ് നമ്മളുടെ റൂമിലേക്ക് എത്തിക്കും. നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ഇന്ന് കൂടുന്നത്. അപ്പോൾ ഓരോ മന്തും ഓരോരുത്തരുടെ വീട്ടിലായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് സ്നേഹയുടെ വീട്ടിലാണ്. അപ്പോൾ ഫുഡ് അവിടെ എത്തിക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരു 11:30 തുടങ്ങി ഒരു 2:30 വരെ ആ ഒരു സമയം. അപ്പോഴത്തേനും കുട്ടികളൊക്കെ വരുമല്ലോ. അപ്പോൾ അത്രയും ടൈമാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ റെഡി ആയിട്ട് ഞങ്ങൾ വേഗം ഇറങ്ങിയിട്ടുണ്ട്. ഒരു 11 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ഹാസിമിന് പിന്നെ കുളിച്ച് റെഡിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങണം കേട്ടോ. മൂപ്പര് പിന്നെ വീട്ടിലിരിക്കില്ല. പിന്നെ പോണ വഴിക്ക് ജസ്റ്റ് പാർക്കിലൊന്ന് നിന്ന് ഇത്തിരി നേരം അവിടെ കളിച്ചിട്ടുണ്ട്. ഞാനാണ് കേട്ടോ ആദ്യം എത്തിയത്. അപ്പോൾ നമ്മളൊരു 12 പേര് ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഫുഡും വന്നിട്ടുണ്ട്. നമ്മൾ ചെന്ന കാര്യങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അങ്ങനെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ഫ്രൈഡ് റൈസും ചില്ലി ഗോബി, പിന്നെ ബ്രഞ്ചായിട്ടാണല്ലോ, ബ്രേക്ക്ഫാസ്റ്റും അല്ല ലഞ്ചും അല്ലാത്തൊരു ടൈമാണല്ലോ. അപ്പോൾ ഇഡ്ഡലി ഉണ്ടായിരുന്നു, ചട്നി, സാമ്പാർ, പിന്നെ വട, പിന്നെ സാലഡ്, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഫുഡൊക്കെ അടിപൊളി തന്നെയായിരുന്നു. പിന്നെ അവിടെ ജ്യൂസും കാര്യങ്ങളും അതും ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മളൊരു ഫ്രണ്ട് പ്രഗ്നൻ്റ് ആയിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവളെയും ഒന്ന് പോയി കാണണമായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അവിടെ പോയി അവളുടെ അടുത്ത് കുറച്ച് നേരമൊക്കെ ഇരുന്ന് കുട്ടികൾ വരുന്ന സമയമായപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഞങ്ങളെല്ലാവരും സൂംബ മേറ്റ്സാണ്. സൂംബയിൽ വന്നിട്ടുള്ള അങ്ങനെ പരിചയമായി ഫ്രണ്ട്ഷിപ്പ് ആയതാണ്. സൂംബയിലുള്ള മലയാളി സംഗമം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. 2-3 പേര് സൂംബയിലില്ല, നമ്മുടെ നൈബേഴ്സായിട്ട് തന്നെ വരും. അപ്പോൾ മാസത്തിലൊരിക്കലും ഇങ്ങനെ ഒരു മീറ്റപ്പ് വളരെ നല്ലതാണ് കേട്ടോ. നമുക്ക് പറയാനും ഡിസ്കസ് ചെയ്യാനും ഉള്ള കാര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ. കുട്ടികളുടെ പഠനവും അതേപോലെ ഫുഡ്, വീട്ടിലെ കാര്യങ്ങൾ, നമ്മുടെ ഡിസ്കഷൻസ് ഒരിക്കലും അവസാനിക്കില്ല. പുതിയ പുതിയ സ്റ്റോറികൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ പറയാൻ ഒരുപാട് കാരണങ്ങളും കഥകളും ഒക്കെ ഉണ്ടാവും കേട്ടോ. ഇത് ആതിരയുടെ മോളാണ് കേട്ടോ. അവൾ 8 മാസമുള്ളൂ. അപ്പോൾ അവളായിരുന്നു ഇന്നത്തെ താരം. അങ്ങനെ കുറേ നേരം അവളെ കളിപ്പിച്ച് കുറേ സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങളൊരു 2:30 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് അവൾ കുറച്ച് വയ്യായികയും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രഗ്നൻസിയുടെ. അപ്പോൾ കുറച്ച് നേരം അവളുടെ അടുത്ത് പോയി അങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്ന് ഒരു 2:30 ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ വൈകിട്ട് എനിക്ക് കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഹാസിമിനായിട്ടൊന്ന് ഗ്രാൻഡിലേക്ക് ഇറങ്ങി. ഹംദാനും ആറൂനും സ്കൂൾ വിട്ട് വന്ന് ഫുഡൊക്കെ കഴിച്ച് കരാട്ടയ്ക്ക് പോയിട്ടുണ്ട്. ഗ്രാൻഡിൽ ഞാൻ സാധനങ്ങൾ വിളിച്ച് പറഞ്ഞിട്ട് അവരങ്ങനെ കൊണ്ടുവരാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ചില സംഭവങ്ങൾ നമ്മൾ പോയി വാങ്ങിയിട്ടില്ലെങ്കിൽ അത് നമുക്ക് ബ്രാൻഡും കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് തൃപ്തിയുള്ളത് വാങ്ങിക്കണമല്ലോ. അപ്പോൾ ചില സമയത്ത് അവർക്ക് തോന്നിയ സംഭവങ്ങൾ കൊടുത്തേക്കും, നമ്മൾ വിചാരിക്കുന്നതായിരിക്കില്ല നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഇടയ്ക്ക് അങ്ങനെ നേരിട്ട് പോയി അങ്ങനെ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഹാസിമിനെയും കൊണ്ട് എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ തീരെ താല്പര്യമില്ല കേട്ടോ. കാരണം അവനെയും കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നേ വരെ സമാധാനമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് കയറിയിട്ടില്ല. അത്രയും അവൻ എന്നെ ബുദ്ധിമുട്ടിക്കും. അവൻ ഈ വണ്ടിയായിട്ട് മണ്ണിൽ കിടന്ന് കളിച്ച് മണ്ണ് ഒരു 2 കിലോയെങ്കിലും അവൻ്റെ മേത്തും ഡ്രസ്സുമൊക്കെ മണ്ണുണ്ടാവും കേട്ടോ. ആ ഒരു മാതിരിയിലായിരിക്കും അവനെ തിരിച്ചു കൊണ്ടുപോകണത്. അപ്പോൾ ഗ്രാൻഡിലേക്ക് പോണേക്ക് മുമ്പ് ഇത്തിരി നേരം കളിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഞാനങ്ങനെ പാർക്കിൽ കൊണ്ടുവന്ന് അങ്ങനെ ഇരുത്തിയിട്ടുണ്ട്. ഞാൻ അവിടെ ഇരുന്നൊരു ചായയും കുടിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കണ്ണ് തെറ്റാതെ അറ്റത്തിരുന്നാട്ട് കളിക്കണം. ഞാൻ വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ ആൾ കൂട്ടാക്കില്ല. അപ്പോൾ അവിടെ ഒരു മല പോലെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് ഊർന്നിറങ്ങി ഇങ്ങനെ കളിക്കുകയാണ്.
അപ്പോൾ വൈകുന്നേരം ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ലൊരു വൈബാണ് കേട്ടോ. ഏത് സമയത്തും ആളുകളും കുട്ടികളും കളിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ കുറച്ച് നേരം എൻ്റെ കണ്ണൊന്ന് ഒരു സെക്കൻഡ് തെറ്റിയപ്പോഴത്തേനും ആൾ മിസ്സിങ് ആയിട്ടാണ്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ നേരെ ആൾ ഗ്രാൻഡിൽ വന്നേക്കാണ്. ഗ്രാൻഡിൽ വന്ന് ആൾ മിഠായി എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആരും അത് ശ്രദ്ധിക്കണില്ല. ഇതിന് മുമ്പ് 2-3 തവണ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് കണ്ടുപിടിച്ചിരുന്നത്. ഞാൻ അവിടെ ഇവിടെയൊക്കെ അന്വേഷിച്ചിട്ടും ഓടി ഇടന്നിട്ടൊന്നും ആളെ കാണാൻ പറ്റിയില്ല. അവിടെ നിന്ന് അവളുടെ ചെരുപ്പ് മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. കുറച്ചധികം ഒന്ന് ഞാൻ ടെൻഷൻ അടിച്ചു. എന്നാലും ആളെ കൈ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഓർത്തു വേഗം സാധനം വാങ്ങി എങ്ങനെയെങ്കിലും വീട്ടിലെത്താമെന്ന് കരുതി അങ്ങനെ വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുട്ടികൾക്കൊക്കെ പഠിക്കാനും കാര്യങ്ങൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ രാവിലത്തേക്ക് ടാക്കോസ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഓൾറെഡി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം, ഒണിയൻ, ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് സോയാ സോസ്, പാപ്രിക്ക ഇല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ഏതെങ്കിലും ആഡ് ചെയ്യുക. പിന്നെ കുറച്ച് സോൾട്ട് പെപ്പറൊക്കെ മിക്സ് ചെയ്തിട്ട് അതൊന്ന് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്കിഷ്ടമുള്ള ഞാൻ ഒനിയനും കുറച്ച് ക്യാപ്സിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അത് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഒരു മസാല ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ രാവിലെ ആയിരുന്നു കേട്ടോ, ഞാൻ രാത്രി മസാല ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ടോട്ടില്ല റാപ്പൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു യെല്ലോ കളർ വന്നപ്പോൾ ഞാൻ ഇങ്ങനത്തെ കണ്ടിട്ടില്ല, ഞാൻ പാക്കറ്റ് ശ്രദ്ധിച്ചില്ല ഞാൻ ഏതാ എടുത്തതെന്നുള്ളത്. അപ്പോൾ ഇത് പൊട്ടറ്റോയുടെ ടോട്ടില്ല റാപ്പാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു യെല്ലോയിഷ് കളറ്. അങ്ങനെ ജസ്റ്റ് അതൊന്ന് ചുട്ടെടുത്തതിന് ശേഷം അതിലേക്ക് ഈ മസാല വെച്ചിട്ട് കുറച്ച് ചീസ് ആഡ് ചെയ്ത് അങ്ങനെ മടക്കി ബട്ടറിലൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അത് തന്നെയായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കുട്ടികൾക്ക് കഴിക്കാനും കൊടുത്തത്. നല്ല ടേസ്റ്റാണിത്. ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് ടാക്കോസ് എടുക്കുക. പക്ഷേ ഞാനിതൊരു വലിയ പീസായിട്ട് തന്നെ മടക്കിയിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്ത് അങ്ങനെ കൊടുക്കുക ചെയ്തത്. ഇതിൽ മസാല വെച്ചതിന് ശേഷം നമ്മൾ ടോസ്റ്റ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചെറിയതായിട്ട് കുക്കുംബറും ലെറ്റ്യൂസും കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കണം. അതാണ് ശരിക്കും ടാക്കോസ്. അപ്പോൾ ഇവർക്കിനി ലെറ്റ്യൂസും കുക്കുംബറൊക്കെ ഇതിലിട്ട ഇഷ്ടമായില്ലെങ്കിലോ എന്ന് കരുതി ഞാൻ ഇത്രയും മാത്രമേ ചെയ്തുള്ളൂ കേട്ടോ. ഞാൻ ആദ്യം പീസായിട്ട് കട്ട് ചെയ്യാനൊക്കെ നോക്കി. പിന്നെ വിചാരിച്ച് ഇതിലേക്ക് തന്നെ മസാലയൊക്കെ ഫില്ല് ചെയ്ത് ചീസൊക്കെ വെച്ച് അങ്ങനെ കൊടുക്കാമെന്ന് കരുതിയിട്ടുണ്ട്. ഫ്രൂട്ട്സ് നോക്കിയപ്പോൾ ഫ്രൂട്ട്സ് ഒന്നും ഇരിപ്പുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഓറിയോ ബിസ്ക്കറ്റ്, പിന്നെ കുറച്ച് ചിപ്സും നട്ട്സൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെയാണ് സ്നാക്സ് കൊടുത്തയച്ചത്. പിന്നെ കുറച്ച് ബട്ടർ ചൂടാക്കിയിട്ട് അതിലേക്ക് വെച്ചിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതേപോലെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ടോട്ടില്ല റാപ്പ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ. നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ലുലുവിലോ അല്ലെങ്കിൽ ബിസ്മി ഹൈപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിരിക്കും. അങ്ങനെ ഇപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് 2 എണ്ണം, സ്കൂളിലേക്ക് കൊടുത്തു വിടാനായിട്ട് 2 എണ്ണം, അങ്ങനെ 4 എണ്ണമാണ് കേട്ടോ ഞാൻ ആക്കിയത്. പിള്ളേർക്ക് എക്സാം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം കമ്പ്യൂട്ടർ, മോറൽ എഡ്യൂക്കേഷൻ, അറബിക്, ഇസ്ലാമിക് അങ്ങനത്തെ എക്സാമുകളാണ്. അതിന് കുറച്ച് ഒരാശ്വാസം ഉണ്ടാവുമല്ലോ. പിന്നെ 2 ദിവസം 3 ദിവസമൊക്കെ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കിലാണ് ഇപ്പോൾ. പിന്നെ അതേപോലെ വീക്കെൻഡുകൾ മദ്രസയിലും എക്സാം നടക്കുവാണ്. പഠിക്കാനും ഒക്കെ ഇഷ്ടംപോലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തലേദിവസം ഉണ്ടാക്കിയ ഒരു കേക്ക് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഹാറൂന് ഞാനങ്ങനെ കൊടുത്തു വിട്ടിട്ടുണ്ട്. അംദാനേക്കായും ഹാറൂനാണ് കേട്ടോ ആ ഡേറ്റ്സിൻ്റെ ഹെൽത്തി കേക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അവന് അതും കൊടുത്തു വിട്ടിട്ടുണ്ട്. അങ്ങനെ മക്കൾ പോയി കഴിഞ്ഞ് ഞാൻ ഒന്നുകൂടി ഒന്ന് കിടന്നിട്ടുണ്ട് കേട്ടോ. നല്ല തണുപ്പ് തന്നെയാണ് ഇപ്പോഴും. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ കുറേ ബ്ലൂബെറി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ അത് ഞാൻ കുറച്ച് കേടും ഒക്കെ ഇട്ടൊരു സ്മൂത്തി പോലെ അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ ബ്ലൂബെറി. നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഹാസിം എഴുന്നേറ്റ് റൂമിലുണ്ടായിരുന്ന എല്ലാ ബ്ലാങ്കറ്റും വലിച്ച് കഷ്ടപ്പെട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ അടിയിൽ കിടക്കുന്നുണ്ട് കേട്ടോ. ഒന്നാമത് ഈ തണുപ്പൊക്കെ അല്ലേ. അപ്പോൾ ഈ ബ്ലാങ്കറ്റിൻ്റെ അടിയിൽ കിടക്കാൻ മൂപ്പർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാക്കോസ് ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മറ്റൊരു വ്ളോഗിൽ ഇനിയും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.